ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ട് എൻ്റെ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫോൺ തന്നെ ഏറെക്കുറെ തകർന്നായിരുന്നു. പിന്നെ ഫോണിൽ വ്ളോഗ് ചെയ്യുന്നതും അതെനിക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഇപ്പം ബ്ലാക്ക് ഫ്രൈഡേ ഡീൽ നടന്ന സമയത്ത് ഞാൻ DJI Osmo Pocket 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡീലുണ്ടായിരുന്നു, നല്ല പ്രൈസ് കുറഞ്ഞ് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഒരു എന്താണ് അത് വെച്ച് എങ്ങനെ വ്ളോഗ് എടുക്കാം, അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള വ്ളോഗിങ്, നൈറ്റ് വ്യൂ. നമ്മളിപ്പം പോകുന്ന നോർവിച്ചിലുള്ള വിൻ്റർ വണ്ടർലാൻഡിലാണ്. അപ്പോൾ അവിടെയുള്ള നൈറ്റ് വ്യൂവും നൈറ്റ് ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ട്, ഇത് വെച്ചൊരു വ്ളോഗ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം ബാക്കി ഇനി വരാൻ പോകുന്ന ഫുൾ ഷോട്ട്സും എടുക്കുന്നത് ഈ കാണുന്ന ഓസ്മോ പോക്കറ്റ് 3 അത്യാവശ്യം ഇത് ഇറങ്ങിയിട്ട് തന്നെ കുറച്ച് വർഷമായി, 2022 മറ്റോ ഇറങ്ങിയതാണ്. അത്യാവശ്യം ഒരുപാട് പേരിലുള്ള കേസാണ്. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന വ്ളോഗ്സ് എല്ലാം ഇതിലായിരിക്കും എന്ന് കാണിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും, ജസ്റ്റ് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ കാണിച്ച് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യും. ഓക്കെ, അല്ല, ഈ വീഡിയോ അവിടെ എൻഡ് ചെയ്യും. ഓക്കെ, സംഭവം നമ്മൾ ഇപ്പം ജിജോ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇതിപ്പോൾ ഹോട്ടലിലാണ് ഞാൻ പണ്ട് താമസിച്ചുകൊണ്ട സ്ഥലം, മേഘം കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നപ്പോൾ താമസിച്ചുകൊണ്ട സ്ഥലം. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഈ DJI Osmo Pocket 3 മൈക്കിലാണ്. അതെ, അഭിനന്ദൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് വിൻ്റർ വണ്ടർലാൻഡിലോട്ടാണ്. ഗായ്സ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മണ്ടത്തിനെ പറ്റി, ഞാൻ മൈക്കിലുള്ള വോയിസ് കേൾപ്പിക്കാൻ പറ്റത്തില്ല. കാരണം മൈക്ക് കാറിനകത്ത് വെച്ച് മനഃപൂർവ്വം ഞാൻ മറന്നു. കാരണം അതും കൂടെ ചുവന്നുകൊണ്ട് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഈ ഒരു ഡിവൈസ് മാത്രമാണ് കൊണ്ടുപോകുന്നത്. വലിയ ബഹളമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ക്രിസ്മസ് ആകുമ്പോൾ തന്നെ UK പല സ്ഥലങ്ങളിലും ഇതുപോലെ ക്രിസ്മസ് മാർക്കറ്റും ഫൺ ഫെയേഴ്സും വണ്ടർലാൻഡ്സൊക്കെ വരുന്നതാണ്. എല്ലാ വർഷവും നോർവിച്ചിലുള്ളതുപോലെ തന്നെ ഈ വർഷവും നോർവിച്ചിൽ വിൻ്റർ വണ്ടർലാൻഡ് വന്നിട്ടുണ്ട്. ഇത്തവണ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. എൻട്രി ഫ്രീ ആണ്, എങ്കിലും നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താലേ കയറാൻ പറ്റത്തുള്ളൂ അവർ പറഞ്ഞത്. നമ്മൾ ഓൺലൈനായിട്ടൊന്നും ബുക്ക് ചെയ്തില്ലായിരുന്നു. അവിടെ ചെന്നോടനെ തിരക്ക് കുറവായതുകൊണ്ട് അവർ നമ്മളെ കയറ്റി വിടുകയാണ് ചെയ്തത്. ഞാനിപ്പം ഈ ഫുട്ടേജ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് DJI Osmo Pocket 3 തന്നെയാണ്. അതിൻ്റെ 30 FPS 4K റെസൊല്യൂഷനിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഒരു രീതിയിൽ ഫിൽറ്റേഴ്സും ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ലോ ലൈറ്റ് ആയിരുന്നിട്ട് കൂടി പല കാര്യങ്ങൾക്കും കിട്ടുന്ന ഡീറ്റെയിൽസ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. വളരെ നല്ല രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ 1-inch സെൻസർ വഴി നമുക്ക് നല്ലൊരു ഔട്ട് കിട്ടുന്നത്. അത് എന്തൊരു മൈന്യൂട്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും നല്ല രീതിക്ക് തന്നെയാണ് ഈ ക്യാമറ വഴി നമുക്ക് അതിൻ്റെ വിഷ്വൽസ് ഔട്ട് കിട്ടുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഐസ് സ്കേറ്റിംഗ് ആണ്. നമ്മളിങ്ങോട്ട് വരാൻ നേരത്തും ഐസ് സ്കേറ്റിംഗ് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനം എടുത്തിട്ടാണ് വന്നത്. പിന്നെ അത്യാവശ്യം മഴയും നല്ല രീതിക്ക് തണുപ്പുള്ളതുകൊണ്ട് വേറെ റൈഡിലൊന്നും കയറാൻ നമ്മൾ താല്പര്യപ്പെട്ടില്ല. ഇൻഡോർ ഐസ് സ്കേറ്റിംഗ് ആയതുകൊണ്ട് മഴ നമുക്കൊരു പ്രശ്നമേ ആവത്തില്ലായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഐസ് സ്കേറ്റിംഗ് ചെയ്യേണ്ടത്. നമ്മൾ ഐസ് സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ അവിടെ കാണുന്ന മെഷീൻസിൽ തന്നെ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് കിട്ടും. ആ കാർഡ് കൊടുത്ത് നമുക്ക് റൈഡ്സിൽ കയറാൻ പറ്റും. ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൾറെഡി നമ്മൾ സ്റ്റോർ റൂമിൽ വെച്ചതുകൊണ്ട് ഈ കാണുന്ന ഫുട്ടേജ് എല്ലാം ഷൂട്ട് ചെയ്തത് ഐഫോണിലായിരുന്നു. എൻ്റെ സ്കേറ്റിംഗ് സ്കിൽസ് കണ്ട് മറിഞ്ഞടിച്ച് വീഴാൻ പോയ സായി പണ്ണനെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ സക്സസ്ഫുള്ളി വീഴാതെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കി. ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് പക്ഷേ വീഡിയോസിൻ്റെ അത്ര ക്ലാരിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. 1-2 ഫോട്ടോസ് അന്ന് എടുത്തപ്പോൾ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലായി, ഇത് ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനമല്ല, വീഡിയോ എടുക്കാൻ പറ്റിയ സാധനമാണെന്ന്.
നേരത്തെ ഐസ് സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് റീചാർജ് ചെയ്തപ്പോൾ ബാക്കി ഇച്ചിരി പൈസ അതിലുണ്ടായിരുന്നു. അങ്ങനെ ആ പൈസയ്ക്ക് ഈ താറാവിനെ പിടിക്കുന്ന ഗെയിം കളിച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റും കൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചത്. എങ്ങനെ കളിച്ചാൽ എങ്ങനെ ഗിഫ്റ്റുകൾ നേടാം എന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഈ അണ്ണൻ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കിട്ടിയ ഗിഫ്റ്റും കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഓൾറെഡി നേരത്തെ വിശന്നിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ വന്നത്. ഫുഡ് കഴിക്കുന്ന സ്പോട്ടെത്തിയപ്പോഴാണ് നമ്മളൊരു കാര്യം നോട്ടീസ് ചെയ്തത്. ലോ ലൈറ്റിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൻ്റെ അണ്ടറിൽ കിട്ടുന്ന വീഡിയോസിൽ നമുക്ക് ലൈറ്റിൻ്റെ ഫ്ലിക്കറിങ് നല്ല രീതിക്ക് വീഡിയോയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ഫുട്ടേജിൽ നമുക്കത് കൃത്യമായി മനസ്സിലാവും. കുറച്ചും കൂടെ ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്ന സമയത്താണ് അതിൻ്റെ അതിപ്രസരം എങ്ങനെയാണെന്ന് മനസ്സിലായത്. ആ ഒരു ഡ്രോബാക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ക്യാമറ പക്ക നൈറ്റ് വീഡിയോഗ്രാഫിക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. എന്തായാലും ഈ കാണുന്ന കടയിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ഷവർമ പോലത്തെ ഒരു സാധനം ഓർഡർ ചെയ്ത് അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിക്കൊണ്ട് നിന്ന്. സംഭവം അത്യാവശ്യം ക്ലിയർ ആണെന്ന് തോന്നുന്നുണ്ട്. ഈ ലൈറ്റിൻ്റെ അടുത്തൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഒരു ക്ലിയർ കണക്ക് ഇങ്ങനെ വരുന്നുണ്ടോ സംഭവം? അതിനി നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അറിയാൻ വയ്യ. അതിനി ഫോണിലിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് കണ്ടറിഞ്ഞാലേ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് വിൻ്റർ വണ്ടർലാൻഡ്. ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ച സംഭവം. അപ്പം ഇനി തൊട്ട് ഈ ഒരു സംഭവത്തിലേക്ക് ഞാൻ വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് വെച്ച് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.